സ്റ്റിൽ ഞാൻ ഈ ഒരു പടം കണ്ടിട്ട് ആക്ച്വലി കുറച്ച് നാളായിട്ടുണ്ട്. ഈ ഒരു കാര്യം ഞാനിവിടെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു പടം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്ന ടൈമിൽ ഈ ഒരു സിനിമ ഡിജിറ്റലി അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിജിറ്റലി പോയി കാണാം. പക്ഷേ ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ റൺ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. സോ അങ്ങനെ നിങ്ങളുടെ അടുത്തെങ്ങാനും ഇപ്പോഴും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഡിജിറ്റലി കാണുമ്പോൾ പറ്റുമെങ്കിൽ വീട്ടിൽ ബിഗ് സ്ക്രീൻ ടിവിയോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അതിലൊക്കെ ഇട്ട് കാണാൻ നോക്കാം. മൊബൈലിൽ കണ്ടാൽ ഒട്ടും ആയൊരു എക്സ്പീരിയൻസ് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി പടത്തിലേക്ക് വന്നാൽ നിഖിൽ നാഗേഷ് ഭട്ട്, ഈ പുള്ളിക്കാരനാണ് ഈ ഒരു സിനിമയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. എൻ്റെ പൊന്നു, ഇജാതി ഡയറക്ഷൻ, കിടിലൻ സ്ക്രീൻ പ്ലേ, പിന്നെ എഡിറ്റൊക്കെ ചെയ്തിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല. കാരണം എഡിറ്റിംഗ് ഒക്കെയാണ് ഈ ഒരു പടത്തിനെ ആക്ച്വലി വീണ്ടും കുറച്ചും കൂടി മറ്റൊരു തലത്തേക്ക് ഈ ഒരു പടത്തിനെ എത്തിക്കുന്നതെന്ന് വെച്ചാൽ. പിന്നെ പടത്തിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ലക്ഷ്യ എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. വിഷയം വിഷയം അത് പുള്ളി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണണമെങ്കിൽ പടം തന്നെ കാണണം. കാരണം അത്രയും വിഷയം. ഈ പുള്ളിയുടെ ഇതിന് മുന്നിറങ്ങിയ സിനിമ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ഇതിന് മുന്നേ ഇറങ്ങിയ സിനിമ ഇത് ഫസ്റ്റ് ഫിലിമാണോ എന്ന് എനിക്കറിയില്ല. വിഷയം. പിന്നെ ഉള്ളത് പറയണമല്ലോ, നല്ല കിണ്ണം വില്ലന്മാർ. ഒരു വില്ലനൊന്നുമല്ല, ഒരുപാട് വില്ലന്മാരുണ്ട്. ഈ വില്ലന്മാരെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാമിലിയാണ്. ഈ വില്ലന്മാരെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫാമിലിയാണ്. സോ ആക്ച്വലി ഈ ഒരു പടത്തിൽ വില്ലന്മാരെ പെർസ്പെക്റ്റീവ് കൂടി കാണിക്കുന്നുണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടുമിക്ക പടത്തിലും അല്ലെങ്കിൽ ഒരു ഹീറോ വില്ലൻ പടങ്ങൾ അങ്ങനത്തേലൊക്കെ ഈ ഒരു വില്ലന്മാരെ പെർസ്പെക്റ്റീവ് കാണിച്ചില്ല, ജസ്റ്റ് ഒരു ഹീറോയുടെ പെർസ്പെക്റ്റീവ് മാത്രമായിരിക്കും ആ ഒരു പടം പോകുന്നത്. പക്ഷെ ഇതിലങ്ങനല്ല, ഇതൊരു വില്ലന്മാർ ഇമോഷനും കൂടി നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഇത് വില്ലന്മാരായിട്ട് വരുന്നതിൽ എനിക്ക് ആകെ അറിയുന്നതെന്ന് വെച്ചാൽ ആശിഷ് വിദ്യാർത്ഥി എന്ന് പറയുന്ന ഒരു ആക്ടറാണ്. പേര് പറയുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. ബട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ടറാണ്. നമ്മുടെ CID മുസഗില്ലി അങ്ങനെ തൊട്ടുമിക്ക പടത്തിലും ഉണ്ട് ഈ ഒരു പുള്ളി. ബട്ട് ഇതിലെ മെയിൻ വില്ലൻ ഈ പുള്ളിയൊന്നുമല്ല, വേറൊരു മെയിൻ വില്ലൻ എന്ന് വെച്ചാൽ വേറൊരു ലീഗാണ്. എനിക്ക് പേരൊന്നും അറിയില്ല. പുള്ളിയുടെ പക്കാ സൈക്കോ. എനിക്ക് പുള്ളിനെ കണ്ടപ്പോൾ പക്കാ സൈക്കോ ആയിട്ടാണ് തോന്നിയത്. നമുക്കിങ്ങനെ കയ്യിൽ കിട്ടിയാൽ ചില വില്ലന്മാരൊക്കെ കാണുമ്പോൾ വെട്ടിക്കൊല്ലാന്ന് തോന്നില്ലേ, അമ്മാതിരി ലെവലില്ല. പിന്നെ പടത്തിലെ ഹീറോയിനായിട്ട് വന്നിരിക്കുന്ന ആക്ട്രസ് കുറച്ച് സമയം ഉള്ളെങ്കിൽ ഉള്ള സമയമൊക്കെ നല്ല സ്ക്രീൻ പ്രസൻസ് ഉള്ള ആക്ട്രസ് ആയിട്ട് എനിക്ക് തോന്നി. താനിയ മൻകിതാല അങ്ങനെ എന്തോ ആണ് ഈ ഒരു ആക്ട്രസിൻ്റെ പേര്. ഈ പടത്തിൻ്റെ ആക്ഷൻ പറയുമ്പോൾ ആദ്യം പറയേണ്ടതെന്ന് വെച്ചാൽ സാക്ഷാൽ ജോൺ വിക്കിൻ്റെ ഡയറക്ടറാണ് ഈ പടത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ടുപോയിരിക്കുന്നത്. പുള്ളിയൊക്കെ ഒരു ഇന്ത്യൻ പടത്തിൻ്റെ റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ടുപോകണമെങ്കിൽ നിസ്സാര സാധനമാവില്ലല്ലോ. അമ്മാതിരി ബ്രൂട്ടൽ അടിയൊക്കെ. ഇനി പടത്തിലെ പ്ലോട്ടിലേക്ക് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ 2 കമാൻഡേഴ്സ് അല്ലെങ്കിൽ 2 സോൾജേഴ്സ് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിനിലേക്ക് കുറച്ച് കൊള്ളക്കാർ കയറി വരുന്നു. എന്നിട്ട് ഇവർ തമ്മിൽ നടത്തുന്ന ഫൈറ്റാണ് പടം ഫുള്ള് പോകുന്നത്. ബട്ട് അത് എത്രത്തോളം എക്സ്ട്രീമിൽ പോകാൻ പറ്റുമോ അത്രയും എക്സ്ട്രീമായിട്ടാണ് പടത്തിൽ കാണിക്കുന്നത്. ഈ ഒരു പടത്തിൽ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ട്. ആ ഒരു പോയിന്റ് എത്തുന്ന കാര്യം ജസ്റ്റ് മേ ബി നിങ്ങൾക്കൊരു നോർമൽ ആക്ഷൻ പടം കാണുന്ന ആ ഒരു ഫീലിലായിരിക്കും ഒരു പടം പോവാം. ബട്ട് ഒരു പോയിന്റ് എത്തുമ്പോണ്ടല്ലോ അതിന് ശേഷം പിന്നെ നമ്മൾ മൈൻഡ് ബ്ലോയിങ് സാധനങ്ങളാണ്. കാരണം എന്ന് വെച്ചാൽ തല അടിച്ച് ബ്രെയിനൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ ചതച്ചിട്ടാണ് അമ്മാതിരി ബ്രൂട്ടൽ ആക്ഷൻ സീൻസാണ് പിന്നെ വരാൻ പോകുന്നത്. അത് ജസ്റ്റ് ഒരു പോക്കാണ്. ആൻഡ് സിംപ്ലി ഞാൻ ഇതുവരെയും കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രൂട്ടൽ ആക്ഷൻ മൂവി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു കില്ല് എന്ന് പറയുന്ന ഈ ഒരു സിനിമേനെ. അതിനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആക്ഷൻ മൂവീസിലും കൂടുതലും സംസാരമായിരിക്കും അല്ലെങ്കിൽ കോൺവെർസേഷൻസ് ഒക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ആ ഒരു സംസാരത്തിൻ്റെ സൈഡിൽ കൂടെ ആയിരിക്കും ഈ ആക്ഷൻ പോവുക. എന്നാൽ ഈ പടത്തിൽ അങ്ങനെയല്ല. ഈ ഒരു പടത്തിൽ എന്ന് വെച്ചാൽ ആ ഒരു ആക്ഷൻ്റെ സൈഡായിട്ടാണ് ഈ ഒരു സംസാരം കാര്യങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ പ്രൗഡായിട്ട് തന്നെ ഫോറിനേഴ്സിൻ്റെ മുന്നിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും ഇമാതിരി ഒരു ആക്ഷൻ പടം നമ്മുടെ കയ്യിലുണ്ടെന്ന് പ്രൗഡായിട്ട് തന്നെ പറയാൻ പറ്റുന്നതാണ് ഈ ഒരു കില്ല് പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ. മസ്റ്റ് വാച്ചബിൾ പടമാണ്. അഫ്കോഴ്സ് R-rated പടമാണ്. സോ 18+ ആയവർ മാത്രം കാണാൻ. 18+ ആയവർ കാണുകയാണെങ്കിലും ലോല ഹൃദയക്കായിട്ടുള്ളവർ കാണാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അമ്മാതിരി ബ്രൂട്ടൽ അടിയാണ്, വീണ്ടും പറയാൻ. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ആൻഡ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാനും മടിക്കരുത്. ഇതിലും വെച്ച മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.